ഓം ശാന്തി. ഒന്നാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കോൺഫിഡൻസ് എവിടെയാണ് നമുക്ക് നഷ്ടമാവുന്നതെന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭയം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പുതിയതോ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിരിക്കുന്നതായിട്ടൊരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ സ്വാഭാവികമായി ചിന്തിച്ച് നോക്കിയാൽ നമ്മളുള്ള ഒരുപാട് സെൽഫ് ടോക്ക് നടക്കാറുണ്ട്. നമ്മൾ തന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയായിരിക്കാം, ചിലപ്പോൾ യാത്ര ചെയ്യുകയായിരിക്കാം, ചിലപ്പോൾ വണ്ടി ഓടിക്കുകയായിരിക്കാം, പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പോഴൊക്കെ തന്നെ ഇതങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവോ, അവരോട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെയാവോ, അങ്ങനെ പറഞ്ഞാൽ നന്നായിരുന്നു, ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു. ഈ രീതിയിൽ നമ്മൾ മുന്നിൽ ചെയ്യാൻ പോകുന്ന കാര്യം അത് എത്ര കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണോ അത്രയും കൂടുതൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. ആ സംസാരം പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടാൻ തുടങ്ങും. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കാൻ തുടങ്ങും. എസ്പെഷ്യലി നമ്മൾ ഏതൊക്കെ ആളുകളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മോട്ടിവേഷനായിരിക്കും കിട്ടുക. പക്ഷേ കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യം, ഒരു ടാസ്ക്, ഒരു ചലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ അന്തരീക്ഷത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന വൈബ്രേഷൻ നെഗറ്റീവാണല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യൻ്റെ മനസ്സിനും രാവിലെ മുതൽ രാത്രി വരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്ക് ടെൻഷൻ ചിന്തകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ടെൻഷൻ്റെ ചിന്തകൾ എത്ര ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ അത്രയും അന്തരീക്ഷത്തിൽ നെഗറ്റീവായിരിക്കുന്ന വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യമെന്ന് കേൾക്കുമ്പോഴത്തേക്കും ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നെഗറ്റീവ് വശങ്ങളായിരിക്കും ഓർമ്മ വരിക. പലപ്പോഴും എനിക്ക് തമാശ തോന്നാറുണ്ട്. ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ചെന്ന് കാണുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച് പോയിട്ടോ എന്ന് പറയുമ്പോൾ അയാളുള്ള എനർജി കൂടെ പോവുകയാണ് ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉഷാറായിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കേട്ടാൽ അവർക്കൊരു സുഖം ഉണ്ടാവുക. അതുകൊണ്ട് കാണാൻ വരുന്ന ആൾക്കാർ അയ്യോ ആകെ ക്ഷീണിച്ച് പോയി, നോക്കിയ മുഖമൊക്കെ അങ്ങനെയായി ഇങ്ങനെയായെന്ന് 2 കമൻറ്റ് പറയുമ്പോഴത്തേക്കും വന്ന ആൾക്കാർ പോകുമ്പോൾ പേഷ്യൻ്റ് പോയി കിടക്കുന്നത് കാണാം. അതേസമയം തന്നെ വന്ന ആൾക്കാർ ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിരിക്കുന്നുണ്ടല്ലോ, ഇത് വന്നു പോയിന്ന് പോലും അറിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പോകുമ്പോഴത്തേക്കും ഇവർ എഴുന്നേറ്റ് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും നമുക്ക് കാണാം. അപ്പം നമുക്ക് പുറമെയുള്ള ആളുകളുടെ ആ ഒരു സംസാരത്തിന് നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് അത് ഓക്കെ ആക്കുന്ന അവസ്ഥയോട് കൂടിയിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നടക്കും. ഒരാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ആ ആൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിലിതായിരിക്കുന്ന ആ സംസാരം ശരിയാണ്, എനിക്ക് ഇങ്ങനെ വയ്യായുണ്ട്, അങ്ങനെ വയ്യായുണ്ട്, അതല്ല ഒരു ടാസ്ക് നമുക്ക് ഫേസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് നിന്നെക്കൊണ്ട് അങ്ങനെ പറ്റുമോ, ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി ചെയ്തിട്ട് തോറ്റുപോയിട്ടുണ്ടല്ലോ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചർച്ചകൾ അവർ പറയേണ്ട ആൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം അങ്ങ് പോവും. നമ്മുടെ ഉള്ളിൽ ആ ചർച്ച അവസാനിക്കുകയല്ല ചെയ്യുന്നത്, സ്വയം നമ്മൾ അതിനെക്കുറിച്ച് ഒരു 10 തവണ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാമോ ആ റിലേറ്റ് ചെയ്തല്ലായിട്ടുള്ള കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞത്, ഇവരെന്നോട് പറഞ്ഞത്, ഇങ്ങനെയുള്ളതായിരിക്കുന്ന സെൽഫ് ടോക്ക് അത് നിരന്തരം എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും അറിഞ്ഞോ അറിയാതെയോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചെയ്യണമെങ്കിൽ, എൻ്റെ കോൺഫിഡൻസിന് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്കല്ല അകത്തേക്ക് തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഏത് സമയത്ത് ഏത് ടൈപ്പ് ടോക്കാണ്, സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മനസ്സും ബുദ്ധിയും കൂടി എന്നോട് എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കേട്ട കാര്യങ്ങളുടെ ആധാരത്തിൽ ഞാൻ ഏത് രീതിയിലാണ് ചേണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. അഥവാ ആരെങ്കിലും എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആധാരത്തിൽ എൻ്റെ മനസ്സെന്നോട് ആ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ബുദ്ധി കൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ മോശമായി നടന്ന ചിത്രങ്ങളുണ്ടോ അതിനെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ആദ്യം അവിടെ ബ്ലോക്ക് ചെയ്യണം. ആയിരിക്കാം, അവർക്ക് പറ്റില്ലായിരിക്കാം, അവരെക്കൊണ്ട് സാധിക്കില്ലായിരിക്കാം, ഇവർക്കൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ എന്നെക്കൊണ്ടത് പറ്റിയിരിക്കും, അതിന് വേണ്ട പ്ലാൻ എന്താ, അത് ചെയ്താൽ മതി, അതിനു വേണ്ടി ചിന്തിച്ചാൽ മതി എന്ന് സ്വയം നമുക്ക് നമ്മളോട് പറയാൻ പറ്റിയ ആ സെൽഫ് ടോക്കാണ് നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ. നമ്മളെല്ലാവരും അശ്രദ്ധരാവുന്നതും ഇവിടെ തന്നെയാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അവനവൻ്റെ മുന്നിൽ ഒരു കാവൽക്കാരനെ നിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് കൺട്രോൾ എന്ന് ചെയ്യാറുണ്ട്, 1 മണിക്കൂർ ഒരു പ്രാവശ്യം
അഥവാ ഒരു ദിവസം 5 or 6 തവണ ടൈം ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലിപ്പോൾ എന്ത് ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നത്, ആ പോസിറ്റീവ് തോട്ട്സ് ആണോ നെഗറ്റീവ് തോട്ട്സ് ആണോ കഴിഞ്ഞതിനെക്കുറിച്ചാണോ ആണെങ്കിൽ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രസൻറ്റിൽ ജീവിക്കാനും നമ്മുടെ മനസ്സിൽ ആ പോസിറ്റീവ് ആയിരിക്കുന്ന എനർജീനെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടതായിരിക്കുന്ന ടൈപ്പ് ഓഫ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ, അതിനെ വിഷ്വലൈസ് ചെയ്യാൻ, അതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട് ശുഭസ്യ ശീഘ്രം എന്ന് പറയാറുണ്ട്. ഞാൻ ഓർമ്മിക്കും കഴിഞ്ഞ ദിവസത്തെ പരമാത്മ മഹാവാക്യത്തിൽ പഠിച്ചതായിരുന്നു ഒരു കാര്യം. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ, നല്ല കാര്യങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തേക്കണം. അഥവാ നിങ്ങൾ അതിൽ ഗ്യാപ്പ് വിട്ടാൽ ഇൻ ബിറ്റ്വീനിൽ നമ്മുടെ മനസ്സിൽ തന്നെ ആ നെഗറ്റീവായിരിക്കുന്ന സങ്കല്പങ്ങളും വ്യർത്ഥ സങ്കല്പങ്ങളും വരും. ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ ഒക്കെ വിചാരിച്ചു, പക്ഷെ അത്രയ്ക്ക് നിന്നെക്കൊണ്ടാവുമോ എന്ന് ചോദിക്കുകയും അതിൽ ചുരുങ്ങിയതൊരു 20% നമ്മുടെ പ്ലാനിങ്ങിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാത്രമായിരിക്കും ആ ഒരു കാര്യത്തെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടോ അഥവാ പ്രാക്ടിക്കലാക്കാനോ സാധിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഈ ഫിയർ ഫാക്ടറിനെ കയറി പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കാതെ അതിനെ വളരെ വേഗം നമ്മൾ നടപ്പിലാക്കാനായിട്ട് നോക്കണം. പലരും സാഹചര്യങ്ങൾ ശരിയാവട്ടെ, സമയം ശരിയാവട്ടെ, അതാവട്ടെ ഇതാവട്ടെ, ഇവരും കൂടെ വരട്ടെ, ആ സപ്പോർട്ടും ആവട്ടെ, ഈ രീതിയിൽ കാര്യങ്ങൾ മാറ്റിവെക്കാറുണ്ട്. ആ മാറ്റിവെക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൻ്റെ പെർഫെക്ഷൻ, അത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി ആയിക്കോട്ടെ, മറ്റേതെങ്കിലും രീതിയിലായിട്ടുള്ള പ്ലാനിങ് ആയിക്കോട്ടെ, പുതിയൊരു തുടക്കമാവട്ടെ, ആ തുടക്കത്തിൽ ഉണ്ടാകാൻ സാധ്യതയായിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിനെയും എല്ലാ തടസ്സങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങുക. ഇനി എന്തെങ്കിലും പുതിയത് വരുന്നുണ്ടെങ്കിലല്ലേ അപ്പോൾ നോക്കാലോ എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് അവരുടെ കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു ഫെയിലിയർ ഉണ്ടായേക്കാം. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് സാരമില്ല, എല്ലാ തോൽവികളും നമുക്ക് പാഠം പഠിക്കാനുള്ള ലെസൺ മാത്രമാണ് എന്ന് ഉറപ്പിച്ചേക്കുക. എത്രയോ തവണ തോറ്റിട്ട് മാത്രമാണ് എല്ലാവരും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പലതവണ തോറ്റിട്ടാണ് പല ബിസിനസ്മാൻമാരും ലോകത്ത് നമ്പർ 1 ആയി മാറുന്നത്. തോൽക്കാത്തവരാരുമില്ല. അതുകൊണ്ട് തോൽക്കുമോ എന്ന പേടിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് തോട്ട് മനസ്സിൽ വരുന്നുണ്ടോ, എന്ത് പ്ലാൻ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആ പോസിറ്റീവായിരിക്കുന്ന ചിന്തകളും ആ പോസിറ്റീവായിരിക്കുന്ന ആക്ഷനും വൈകാതെ തന്നെ പ്രാക്ടിക്കലാക്കണം. അഥവാ നിങ്ങൾ മാറ്റി വെച്ചുവെങ്കിൽ ഉറപ്പാണ് ഇൻ ബിറ്റ്വീനിൽ ആ ഫിയർ ഫാക്ടർ വരും. നിങ്ങളിവിടുന്ന് കോൺഫിഡൻസിനെ കുറയ്ക്കും. കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പോവും. ആ കാര്യം കോൺഫിഡൻസ് കുറഞ്ഞ് ചെയ്യാൻ പോകുമ്പോൾ അതിലുള്ള ഫെയിലിയർ പോസിബിലിറ്റി കൂടും. എത്ര തോൽക്കാനുള്ള സാധ്യത കൂടുന്നുണ്ടോ അത്രയും നിങ്ങളുടെ ഭയം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്ത കാര്യം വളരെ വേഗം തന്നെ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണ്. മൂന്നാമത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഡു സംതിങ് ന്യൂ എന്നാണ്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ബോർഡ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉത്സവങ്ങൾ വെക്കുന്നത്. ഉത്സവമാണ്, ഇന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്, ഇന്ന് ആസ്വദിക്കാനുള്ള ദിവസമാണ്, ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ഞാൻ പല കമ്പനികളും സ്വന്തമാക്കിയിട്ടുള്ള ഒരു നല്ല മെത്തേഡ് എനിക്കിഷ്ടം തോന്നാറുണ്ട്. ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് പോകുന്നതായിട്ടുള്ള കുട്ടികളെയൊക്കെ രാവിലത്തെ ക്ലാസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഐ ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ ഒരു ടീമിലായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഉറക്കെ പറയിപ്പിക്കുന്നു. പലരും ഡാൻസ് കളിക്കുന്നു, ഒന്നിച്ച് പാട്ട് പാടുന്നു. ഇതിൻ്റെ ഒരു എനർജി അവനവൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ട് അവർ ഫീൽഡ് ഇറക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഓക്കെ, എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യം എന്ന് പറയുന്നത് അതിനൊരു ഉന്മേഷവും ഉത്സാഹവും ഒരു താല്പര്യമൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വ്യത്യസ്തമായിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ കൂട്ടാൻ നമ്മളെ സഹായിക്കും. എല്ലാ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും. മീൻസ് എനിക്ക് സ്വന്തമായിരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത്, എൻ്റെ കഴിവായിരിക്കുന്നത്, എൻ്റെ ടാലൻ്റ് ആയിരിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ കാര്യത്തിൻ്റെ ഒപ്പം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു കാര്യം മാത്രം കൊണ്ടൊന്നും ആരും ജനിക്കാറില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, ചിലർക്ക് നന്നായിട്ട് വായിച്ചു പഠിക്കാനായിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം സംഗീതം പഠിക്കാനായിരിക്കും, ചിലർക്ക് പാടുന്നതായിരിക്കാം, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ആക്ടിവിറ്റീസ് ആളുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കാം. നമുക്കുള്ളതായിരിക്കുന്ന എക്സ്ട്രാ ആക്ടിവിറ്റി എന്താണോ അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവുകയും ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കും. കാരണം ഒന്ന് മാത്രമല്ല, പല ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോൾ അത് തരുന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്തൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെയ്യുന്ന കാര്യം നമ്മുടെ
ആ ഒരു മെൻ്റൽ സ്ഫിയറിലായിരിക്കണം എന്ന് മാത്രം. കർമ്മം ചെയ്യുമ്പോൾ കുറച്ച് നാൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് പ്രാക്ടീസായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ആക്ടിവിറ്റി പോലെ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺ പാത്വേ സെറ്റ് ചെയ്യും. എന്ത് കാര്യമാണോ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ നടക്കാൻ തുടങ്ങും. അതോടുകൂടി ആ കാര്യത്തോടുള്ളതായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് അവിടെ അവസാനിക്കും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്ന അവിടെ അവസാനിക്കും. നിങ്ങളുടെ ഗ്രോത്ത് ആ ഒരു പോയിന്റിൽ നിന്ന് പോയി എന്ന് വേണം പറയാൻ. പിന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരാൾ ഒന്നുകിൽ മുന്നോട്ട് വളരും അല്ലെങ്കിൽ പിന്നോട്ട് പോകും. മുന്നോട്ട് വളരാൻ വേണ്ടി അതിൽ പുതിയ പുതിയ മേഖലകളെ കണ്ടെത്തുകയും പഠിക്കുകയും അതിൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർ മുന്നോട്ടുള്ള യാത്രയിലായിരിക്കും. അഥവാ ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ കാര്യം സ്വന്തമാക്കി ആ ലെവലിൽ നിന്ന് പോവുകയാണെങ്കിൽ അവിടെ നിൽക്കാറില്ല, അവരെ കടന്ന് ഒരുപാട് പേര് മുന്നോട്ട് പോകും, അവർ ഏറ്റവും പിന്നിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെത്താൻ ഡൗൺഗ്രേഡ് ചെയ്യും. അതുകൊണ്ട് ഡൗൺഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വെച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയും. മനസ്സ് വെക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? അതിൽ പുതുമകളെ കൊണ്ടുവരിക, അതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക, അതിലെന്തൊക്കെ പുതിയതായിട്ടുള്ള ഫീൽഡ് വന്നുകൊണ്ടിരിക്കുന്നു. എന്നും എല്ലാ ഫീൽഡും മാറ്റത്തിന് വിധേയം തന്നെയാണ്. ചിലത് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു, ചിലത് കുറച്ച് സ്ലോയിൽ പോകുന്നു. പക്ഷേ മാറ്റം എല്ലാത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഫീൽഡിൽ വരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ മാനസികമായി ആ കർമ്മത്തോടെ എല്ലാ സമയത്തും അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെ തൻ്റെ കർമ്മത്തിൽ നമ്മുടെ മനസ്സർപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ സമർപ്പണത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാനസിക തലത്തിൽ കൂടി നമ്മൾ ആ കർമ്മം ചെയ്യുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മം എന്തോ അത് നമ്മുടെ മെൻ്റൽ സ്ഫിയറിൽ കൂടെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യം അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ശരീരം തീർച്ചയായിട്ടും മനസ്സിനെ ബാധിക്കാറുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പനി പിടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് പോകണം ചെയ്യണം എന്നൊക്കെ അതിയായ ആഗ്രഹം ഉണ്ടാവും. പോവാൻ പറ്റാത്തതിൽ സങ്കടം വരെ ഉണ്ടായിരിക്കും. എന്നാലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ശരീരത്തിൽ നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ബോഡി പോസ്റ്റേഴ്സ് അത് നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, തളർന്ന ഒരാളിരിക്കുകയാണെങ്കിൽ തലയിൽ ഇങ്ങനെ കയ്യൊക്കെ കൊടുത്തുകൊണ്ട് തല കുനിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഇരിക്കുമ്പോഴേ ചോദിക്കുക എന്താ പറ്റി, എന്താ അങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുന്നു. നമുക്ക് മനസ്സിൻ്റെ ഭാരം ശരീരത്തിനെയും ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിനെയും ബാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇരിക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തോ നിൽക്കുന്ന സമയത്തോ ഒക്കെ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ഒരു ബോഡി പോസ്റ്റർ അത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും നോക്കണം. അത് നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിൻ്റെ ലെവലിൽ കാല് വെച്ചുകൊണ്ട് നിൽക്കാൻ നോക്കുക. ചാരി അവിടെ ഇവിടെ നിൽക്കുക എന്നുള്ളത് ഒഴിവാക്കുക. ഇരിക്കുകയാണെങ്കിൽ നട്ടിൽ നിവർന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്ര കൂടുതൽ വളഞ്ഞ നട്ടിലോട് കൂടി ഇരിക്കുന്നുണ്ടോ അത്രയും കൂടുതൽ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് പോകുന്നില്ല, യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ആ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ബോഡി ലാംഗ്വേജ് അത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ കാണാം ഇന്നത്തെ ലോകത്ത് അധികവും കമ്പ്യൂട്ടറിൽ മൊബൈലിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന അവസ്ഥ നോക്കിക്കോളും. നമ്മുടെ സമൂഹത്തിന് ഡേ ബൈ ഡേ കോൺഫിഡൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെ ഇരിക്കുകയാണെങ്കിലും നട്ടെല്ല് നിവർന്ന പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്റ്റിൽ സംസാരിക്കുക, ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധാപൂർവ്വം നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ കൂട്ടുന്ന ഘടകങ്ങളാണ്. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ പലരും പല ചോദ്യങ്ങളും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ പ്രഭാഷണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോഴോ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുമ്പോഴോ ഒക്കെ ഈ ലോകത്തെ എല്ലാ ഫീൽഡിനെ കുറിച്ചുള്ള അറിവ് ആർക്കും ഇല്ലല്ലോ. അത് നമുക്കൊരിക്കലും സ്വന്തമാക്കാനും സാധ്യമല്ല. നമ്മളുള്ള അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കാൻ പോകുമ്പോൾ പലരുടെയും ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളെ കുരുക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമുക്കത് അറിയില്ലാതെ വിചാരിച്ചുകൊണ്ട് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നതോടുകൂടി അവരുടെ ചോദ്യത്തിനുള്ളിൽ തന്നെ അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരവ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ കൂട്ടാനുള്ളതായിരിക്കുന്ന ഘടകമാണ്. പിന്നെ ഒരു കാര്യം, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംഘം. നമുക്കറിയാലോ, നമ്മൾ ഏത് 5 ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ 5 ആളുകളുടെ പ്രഭാവം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഔട്ടർ വേൾഡ് എന്ന് പറയുന്ന ആരൊക്കെയായിട്ട് ഇടപഴകുന്നുണ്ടോ പെരുമാറുന്നുണ്ടോ അവരിൽ നമുക്ക് ആ ഒരു പോസിറ്റീവായിരിക്കുന്ന ആളുകളുടെ സംഘത്തിലിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സപ്പോസ് നമുക്ക് അങ്ങനെ ഒരു സംഘം കിട്ടാനില്ല എന്ന് വിചാരിക്കൂ. നിങ്ങൾ ഇടപഴകുന്ന എല്ലാവരും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനും വിമർശിക്കാനും നിൽക്കാറുള്ളൂ, പോസിറ്റീവ് ഒന്നും തരില്ല എങ്കിൽ പുറമെയുള്ളതായിരിക്കുന്ന കൺവേഴ്സേഷൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമ്മൾ ഏതാണോ എൻ്റെ ഫീൽഡ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യം, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിനൊരു മൂന്നാമത്തെ ലോകം കൂടെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ആ തേർഡ് വേൾഡിൽ അഥവാ നമ്മുടെ മീഡിയയുടെ വേൾഡിൽ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ പഠിക്കാൻ പോസിറ്റീവായിരിക്കുന്ന ഒരുപാട് വീഡിയോസ് അഥവാ ക്ലാസ്സുകൾ, ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ സംഘം ചേർന്നുകൊണ്ടെങ്കിലും നമ്മുടെ കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം.
പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം നമ്മൾ ഈശ്വരൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് മെഡിറ്റേഷനിലൂടെ ഈശ്വരനിൽ നിന്ന് എല്ലാ ശക്തികളും നമ്മളിലേക്ക് ആവാഹിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ മോസ്റ്റ് പവർഫുൾ ആയിരിക്കുന്ന അഫർമേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ച കോൺഫിഡൻസിന് യാതൊരു പഞ്ഞവും ഇല്ലാതെ നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരാൻ തുടങ്ങും. എന്ത് സാഹചര്യം വന്നാലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കൂട്ടുനിൽക്കാൻ ഈശ്വരനുള്ളതായിട്ടുള്ള ദൃഢ നിശ്ചയം, അത് നമുക്ക് തരുന്ന ശക്തി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ കോൺഫിഡൻസ് ലെവലിൽ നന്നായി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ 7 കാര്യങ്ങളെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് രാജയോഗ മെഡിറ്റേഷൻ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷൻ രാജയോഗ മെഡിറ്റേഷനാണ്. അടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് രാജയോഗ മെഡിറ്റേഷൻ പഠിക്കാം. മെഡിറ്റേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ച് നമ്മുടെ ശക്തിശാലികളായിരിക്കുന്ന കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം നമ്മുടെ സെൽഫ് ടോക്ക് നമ്മുടെ ഉള്ളിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചതിനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അധികം വൈകിപ്പിക്കരുത്. മൂന്നാമത്തെ കാര്യം എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ നമ്മൾ നോക്കണം. നാലാമത്തെ കാര്യം എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സുകൂടി അത് അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ നോക്കണം. അഞ്ചാമത്തെ കാര്യം നമ്മൾ കോൺഫിഡൻറ്റ് ബോഡി പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആറാമത്തെ നല്ല ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ വരണം. ഏഴാമത്തെ മെഡിറ്റേഷൻ ടെക്നിക്കിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആ കോൺഫിഡൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും വേണം. അതുകൊണ്ട് ഈ 7 കാര്യങ്ങൾ നോക്കിയാൽ തന്നെത്താൻ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.